കോര മീൻ വളരെ സോഫ്റ്റും നല്ല രുചികരവുമായ ഈ മീൻ കൊണ്ടൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. നല്ല എരിവും പുളിയും രുചികരവുമായ ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന മീൻ കറിയുടെ സ്വാദ് വളരെ വ്യത്യസ്തമാണ്. മൺചട്ടി ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 2 സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഉള്ളി നല്ലതുപോലെ ഫ്രൈ ചെയ്യാം, ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. അതിനുശേഷം നമുക്ക് മറ്റു ചേരുവകളെല്ലാം ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവും കളറുമുള്ള ഉടുപ്പി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. 3 തക്കാളി മിക്സിയിലിട്ട് നല്ലതുപോലെ ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി രുചിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തക്കാളിയെ ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി മസാലകളും നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് പുളിയുടെ വെള്ളം ചേർക്കുകയാണ്, 1/2 കപ്പ്. ഇനി 1/2 ടീസ്പൂൺ ഫിഷ് മസാല ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഫിഷ് മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. മസാല ഇതുപോലെ നന്നായി ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. കറിയുടെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഉപ്പും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഈ കറി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർക്കാം. കോര മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒന്നൊന്നായി ചേർത്തി 2-3 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. വളരെ സോഫ്റ്റുള്ള മീനായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. മീൻ ഒരുപാട് തിളച്ചു കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോകും. ഇനി ചട്ടി മാത്രം പിടിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടി അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല രുചികരമായ കോര മീൻ കറി റെഡിയായിട്ടുണ്ട്. ചൂടോടെ വിളമ്പാം. കടൽ മീൻ പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ മൃദുലവും കഴിക്കാൻ നല്ല രുചികരവുമായ കോര മീൻ കൊണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.